ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരിബഡി. എല്ലാവർക്കും നവവത്സര ആശംസകൾ. ഇന്ന് ഞാൻ പ്രമേഹത്തെപ്പറ്റി നർമ്മത്തിൽ ചാലിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനത്തെപ്പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ലേഖനത്തിൻ്റെ പേര് പ്രേമഹം എന്ന പ്രമേഹം, അല്ലെങ്കിൽ പ്രമേഹം എന്ന പ്രേമലോലുപൻ. നിന്റെ പേരിൽ ഒരു ചെറിയ പ്രേമമൊക്കെ തോന്നുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നീ ഒരു അതിക്രൂരനായ വില്ലനാണ്. നിന്റെ പ്രേമത്തെപ്പറ്റി നീ പ്രേമിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരെ അറിയിക്കുന്നതാണ് ഉചിതം. നീ അവരിൽ എന്തെങ്കിലും കൃത്യമായ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുക. അല്ലയോ പ്രമേഹം എന്ന പ്രേമലോലുപ, നിനക്ക് കാത് കേൾക്കാമെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നീ ഒരിക്കലും കുഞ്ഞാറ്റക്കിളികളെ പോൽ പാറി നടക്കുന്ന ശിശുക്കളെ പ്രേമിക്കരുത്. എന്തെന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടം മധുരപലഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ മിഠായികൾ തിന്നുക എന്നതാണ്. വയറ് നിറയെ തിന്നാനുള്ള പല വിധത്തിലുള്ള മിഠായികൾ കിട്ടുന്ന ഈ ലോകത്തിൽ അതെല്ലാം നോക്കിക്കണ്ടു മാത്രം കൊതിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട കുട്ടികളോട് നീ കാണിക്കുന്നത് അതിക്രൂരതയാണ്. നീ ഒരിക്കലും കുട്ടികളെ പ്രേമിക്കരുത് എന്നാണ് എൻ്റെ വാദം. നിന്റെ പ്രേമം മൂത്ത് പലരും പല വിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. കണ്ണിലെ കാഴ്ചക്കുറവ്, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഡയാലിസിസ് തുടങ്ങിയവ. എനിക്ക് നിന്നോട് ഒന്നേ മാത്രം പറയുവാനുള്ളൂ. നീ പ്രേമിച്ചോളൂ, ഇഷ്ടം പോലെ പ്രേമിച്ചോളൂ. പക്ഷേ 75 വയസ്സ് കഴിഞ്ഞവരെ മാത്രം. എന്തെന്നാൽ അവരെല്ലാം ജീവിത നൗക 3/4 ഭാഗവും തുഴഞ്ഞു കഴിഞ്ഞവരാണ്. പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് തന്നെ വ്യായാമങ്ങളാണ്. എല്ലാവരും വ്യായാമങ്ങൾ ചെയ്ത് പ്രമേഹം എന്ന പ്രേമലോലുപനിൽ നിന്നും കഴിയുന്നത്ര ദൂരം അകലം പാലിക്കുക. താങ്ക് യു.